ഇന്നത്തെ ദിവസം നമ്മൾ ഈ ഒരു അഭ്യാസം ചെയ്യും. ഞാൻ മാസ്റ്റർ വിഘ്ന വിനാശകനാണ്. എൻ്റെ ജീവിതത്തിൽ എന്തെല്ലാം പ്രോബ്ലങ്ങൾ വന്നിരുന്നാലും എൻ്റെ ഉള്ളിലുള്ള ആത്മീക ശക്തി ഉപയോഗിച്ചുകൊണ്ട് ആ പ്രശ്നങ്ങൾക്കെല്ലാം സമർത്ഥമായ പരിഹാരം കാണുന്ന, എല്ലാ വിഘ്നങ്ങളെയും ഇല്ലാതാക്കുന്ന വിഘ്ന വിനാശകനാണ്. കാരണം എൻ്റെ ശിരസ്സിന് മുകളിൽ എപ്പോഴും സ്വയം ഭഗവാന്റെ ആശീർവാദങ്ങളുടെ കരങ്ങളുണ്ട്. ആ കരങ്ങൾക്ക് താഴെ ഇരിക്കുമ്പോൾ ഞാൻ ആ ഭഗവാനിൽ നിന്നും എല്ലാ ശക്തികളും നിറയ്ക്കുകയാണ്. നമുക്കറിയാം, ഭക്തി മാർഗത്തിൽ ഗണപതിയെ വിഘ്നവിനാശകൻ എന്നാണ് പറയുന്നത്. അപ്പൊ ഒരാൾ വിഘ്നവിനാശകനാകണമെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ പക്കൽ എല്ലാ ശക്തികളും ഉണ്ടായിരിക്കണം. അപ്പോൾ സർവശക്തികളും നമ്മുടെ പക്കൽ ഉണ്ടെങ്കിൽ തന്നെയും സമയമനുസരിച്ച് ഓരോ ശക്തികളെയും അതാത് സമയത്ത് പ്രയോഗിച്ച് പ്രശ്നങ്ങൾക്ക് പരിഹാരം ചെയ്തുകൊണ്ട് മുൻപോട്ട് പോകൂ. ഒരു വിഘ്നങ്ങളും നമ്മുടെ മുമ്പിൽ നിൽക്കുന്നതല്ല. ഇനി പ്രശ്നങ്ങൾ ഒന്നും രണ്ടുമല്ല, പല രൂപങ്ങളിൽ, പല ഭാവങ്ങളിൽ, പല സമയത്ത് നമ്മുടെ അടുക്കിലേക്ക് വരും. എന്നാൽ ആ പ്രശ്നങ്ങളെ ശരിക്കും മനസ്സിലാക്കാനുള്ള നോളജ് ആദ്യം നമ്മൾക്കുണ്ടായിരിക്കണം. പിന്നെ ഈ പ്രശ്നത്തിന് എങ്ങനെ പരിഹരിക്കാം എന്നതിന് നോളജും വേണം. അത് പരിഹരിക്കാനുള്ള ശക്തിയും നമ്മുടെ കയ്യിലുണ്ടായിരിക്കും. അങ്ങനെ ഒരിക്കലും പ്രശ്നങ്ങൾക്ക്, പ്രോബ്ലങ്ങൾക്ക് നമ്മളെ പരാജയപ്പെടുത്താൻ സാധ്യമല്ല. എപ്പോഴെല്ലാം നമ്മുടെ ശിരസിനു മുകളിൽ സർവശക്തനായ ഭഗവാന്റെ ആശീർവാദങ്ങളുടെ കരങ്ങളുണ്ടോ, അപ്പോൾ നമ്മുടെ നെറ്റിയിൽ വിജയതിലകം ചാർത്തപ്പെട്ടു കഴിഞ്ഞു. ആ വിജയതിലകം ധരിച്ചവരെ ഒരിക്കലും പ്രശ്നങ്ങൾക്ക് തളർത്താനാവില്ല. അവർ എപ്പോഴും വിഘ്ന വിനാശകരായി തന്നെ ഇരിക്കും. അപ്പൊ ഭഗവാന്റെ ആശീർവാദങ്ങളാണ്, ഭഗവാൻ നമുക്ക് നൽകുന്ന ശക്തികളാണ് ജീവിത മണ്ഡലത്തിൽ പ്രശ്നങ്ങളെ തിരിച്ചറിഞ്ഞ് സമൃദ്ധമായി പരിഹരിച്ച് മുൻപോട്ട് പോകാൻ നമ്മളെ സമർത്ഥരാക്കുന്നത്. അങ്ങനെയുള്ള സമർത്ഥരായ ഭഗവാന്റെ മക്കളാണ് നമ്മൾ എല്ലാവരും. സാക്ഷാൽ ഗണപതിമാർ, മാസ്റ്റർ വിഘ്ന വിനാശക്.